അങ്കമാലി ഡയറീസിലൂടെ മലയാളത്തിന്റെ സ്വന്തമായ താരമാണ് നമ്മുടെ അന്നാരാജൻ അല്ലേ? സോ യെസ്, അപ്പൊ നമ്മുടെ അങ്കമാലിയിൽ ആ ഒരു ഇനോഗ്രേഷൻ, നമ്മുടെ ചോയ്സ് ക്യാമ്പയിൻസിൽ ഇനോഗ്രേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഹൗ യു ഫീൽ? എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആ ഒരു സ്വാഗതം ഏറ്റുവാങ്ങുക. ആൻഡ് യെസ്, ഇനി നമ്മള് ഇത്രയും നേരം നമ്മള് ഇവിടെ നിന്ന് രണ്ട് വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് അല്ലേ? സോ നല്ലൊരു കൈയ്യടി കൊടുത്ത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി നമ്മളുടെ സ്വന്തം അന്നരാജന് കൊടുക്കോ, നമ്മുടെ സ്വന്തം അങ്കമാലിയുടെ ലിച്ചിക്ക് വേണ്ടിയിട്ട് കൊടുക്കോ. യെസ്, അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട് അങ്കമാലിയിൽ വീണ്ടും എത്താൻ സാധിച്ചത്. എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അങ്കമാലിയിൽ നിന്നാണ്. അപ്പോൾ അങ്കമാലി ഡയറീസിന് മുമ്പ് ഞാനിവിടെ IELTS പഠിക്കാനായിട്ട് ഈ ഏരിയയിലുണ്ടായിരുന്നു. അപ്പോൾ എന്താ അപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ വേറെ ബ്രാഞ്ചാണ്. അപ്പൊ എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പൊ പുറത്തുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് അവരുടെ അടുത്ത ബ്രാഞ്ച് ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമായി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണ്. ദൈവം സഹായിച്ച മഴയൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും അങ്കമാലിയുടെ നാട്ടിൽ, അങ്കമാലിയുടെ മണ്ണിൽ ഇങ്ങനത്തെ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, ഈശ്വരനോട് നന്ദി പറയുന്നു. എന്തായാലും എന്നെ കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ലവ് യു. എനിക്ക് ലൈറ്റ് കാരണം ആരെയും കാണാൻ പറ്റുന്നില്ല, എല്ലാവരുടെ ഫോൺ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത ഔദ്യോഗികമായ പരിപാടിയിലേക്ക് കിടക്കാം. എന്തായാലും താങ്ക് യു, ലവ് യു, താങ്ക് യു. ഒന്ന് കൈയടിച്ച എല്ലാവരും ചേർന്ന് നിങ്ങളുടെ എല്ലാവരുടെ എനർജി ഒന്ന് കേൾക്കട്ടെ. യെസ്, നല്ലൊരു കൈയ്യടി കൊടുത്തേ നമ്മളുടെ സ്വന്തം ലിച്ചിക്ക് വേണ്ടിയിട്ട്. കൈയടിക്കില്ലേ നിങ്ങൾ എല്ലാവരും? ഇത്രയേ ഉള്ളൂ അങ്കമാലിയുടെ പോലെ. നല്ലൊരു കൈയ്യടി കൊടുത്തേ എല്ലാവരോടും ചേർന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരിവൺ. ആൻഡ് ഇനി ഒഫീഷ്യൽ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാണ്. സോ യെസ്, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് കിടക്കുന്നു. ആൻഡ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ എല്ലാവരെയും തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ലിൻസൺ സാറിന്റെ ഫാമിലി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക്. തീർച്ചയായിട്ടും ഇനോഗ്രേഷൻ ഇനി ആ ഒരു ഫോർമൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ യെസ്, ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതികൾ എല്ലാവരും തന്നെ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ആൻഡ് അമ്മയും ഒരുമിച്ച്, അതെ യെസ്, അന്നാരാജനും അതുപോലെ തന്നെ ലിൻസൺ സാറിന്റെ അമ്മയും ഒരുമിച്ച് ഈ ഒരു ഭദ്രദീപം കൊളുത്തുകയാണ്. ഭദ്രദീപം കൊളുത്തുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി കൂടെ കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയ്യടി പ്ലീസ്. ആൻഡ് വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഇന്ന് മുതൽ അങ്കമാലിയുടെ മണ്ണിൽ ഏറ്റവും അടിപൊളിയായിട്ട്, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ സ്റ്റുഡൻസിന് ന്യൂസിലൻഡിലേക്ക് പറക്കാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും ചോയ്സ് ക്യാമ്പയിൻസ്. സോ തീർച്ചയായിട്ടും വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്തതായിട്ട് നമ്മുടെ ലിൻസൺ സാറിനെ അതുപോലെ തന്നെ വൈഫിനെയും സ്വാഗതം ചെയ്യുന്നു. യെസ്, ലൈറ്റിംഗ് ദ ലാമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുക്കാട്ടോ. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു തുടക്കം ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആദ്യം തന്നെ ഞാൻ വെൽക്കം ചെയ്യുന്നു, നന്ദി പറയുകയാണ്. സോ യെസ്, ഇനിയും അടുത്തതായിട്ട് നമ്മളുടെ യെസ് ബിനോയ് സാറും അതുപോലെ തന്നെ യെസ് വത്സല മാമും ചേർന്നാണ് അടുത്തതായിട്ടുള്ള തിരികൾ തെളിയിക്കേണ്ടത്. ആൻഡ് അതിനുശേഷം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തിരി തെളിയിക്കണം. യെസ്, അടുത്തതായിട്ട് ലേഖ മാമും അതുപോലെ തന്നെ സിസ്റ്ററായിട്ടുള്ള ലിംനയും ചേർന്നിട്ട് തിരി തെളിയിക്കണമെന്ന് യെസ് എല്ലാവരും ഒരുമിച്ച് ഒന്നുകൂടെ ആ ഒരു ലാസ്റ്റ് തിരി കൂടെ തെളിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് യെസ്, നല്ലൊരു കൈയ്യടി കൊടുത്തേ എല്ലാവരോടും ചേർന്നിട്ട്. യെസ്, ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് മൂന്നാമത്തെ നമ്മളുടെ ബ്രാഞ്ച് കൂടെ ഇവിടെ ഓപ്പൺ ആവുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവറി വൺ. ആൻഡ് ഇനി
അടുത്തതായിട്ട് നമ്മളുടെ റിബൺ കട്ടിംഗ് സെറമണി കൂടിയാണ് ബാക്കിയുള്ളത്, ഒഫീഷ്യൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ. സോ യെസ്, അപ്പോൾ നമ്മളുടെ അപ്പം അതിനുശേഷം നമ്മൾ റിബൺ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ലക്കി ഡ്രോ ഇവിടെ നടത്തുന്നതാണ്. സോ ഈ ഒരു ലക്കി ഡ്രോയ്ക്ക് ശേഷം അപ്പം ക്ലൈമറ്റ് കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ ലക്കി ഡ്രോ കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ പെർഫോമൻസും ഒക്കെ എല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. സോ അപ്പം ലക്കി ഡ്രോ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇനി 5 പേരെ കണ്ടെത്തുക എന്നുള്ളതാണ്. സോ നമുക്ക് 5 പേരെയാണ് കണ്ടെത്തേണ്ടത് ലിച്ചി. സോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 32 ഇഞ്ചിന്റെ ഒരു TV ആണ്. ഇത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലേ. സോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ലിച്ചി കണ്ടെത്താൻ പോകുന്നത് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഒരു TV 32 ഇഞ്ചിന്റെ TV ആർക്കാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്ത് നോക്കിയിട്ടാണ് ഇനി വിന്നറിനെ കണ്ടെത്താൻ പോകുന്നത്. ആൻഡ് വിന്നറിനെ കണ്ടെത്തുമ്പോൾ പേരും ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്മൾ പറയാം. ആൻഡ് 1 കൺഫേം ചെയ്താലേ നമ്മൾ ആള് ഓർപ്പിക്കുള്ളൂ. സോ അപ്പം നമ്മൾ 5-ന്നാണ് തുടങ്ങാൻ പോകുന്നത്. ലാസ്റ്റ് സമ്മാനമാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഫസ്റ്റ് 5ാമത്തെ സമ്മാനം എന്ന് പറയുന്നത് അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് ആർക്കാണ് നമ്മളിവിടെ കിട്ടാൻ പോകണം നോക്കാം. സോ അപ്പം സെലക്ട് ചെയ്തോളൂ. യെസ്, 5ാമത്തെ സമ്മാനമായിട്ടുള്ള അയൺ ബോക്സ് ഇതിൽ ഏത് ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് കിട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ അയൺ ബോക്സ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നാലും. അപ്പോൾ 5th പ്രൈസ് കിട്ടിയിരിക്കുന്നത് രാഹുൽ രാജൻ. അയൺ ബോക്സ് നമ്മൾ തന്നെ അവിടെ കുട്ടിച്ചിരി ഉണ്ടായിരുന്നു, എന്താന്ന് ഞാൻ ചോദിക്കണില്ല. അപ്പൊ എന്തായാലും രാഹുൽ രാജൻ വന്നോളൂ. രാഹുൽ നമ്മളുടെ ചെണ്ട ടീമിന്റെ ഒരാളാണ് കേട്ടോ. നല്ലൊരു കൈഡി എഴുതേ. യെസ്, ഒന്ന് പ്രോത്സാഹിപ്പിക്കും, നിങ്ങളുടെ ടീമിലെ ആൾക്കാരല്ലേ. സ്റ്റേജിലേക്ക് വന്നോളൂ. അതെ, നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഇപ്പൊ കൈമാറാൻ വേണ്ടിട്ട് പോവാണ്. ആൻഡ് അതിനു മുമ്പ് ആ ഒരു ഫോൺ നമ്പർ ഒന്ന് കൺഫേം ചെയ്യണോ? ഫോൺ നമ്പർ ഓക്കെ. സോ അപ്പം നല്ലൊരു കൈഡി കൊടുത്തേ. സോ ഇനിയും ആരാണ് ഇക്കൂട്ടത്തിൽ നിന്ന് ആരാണ് വരാൻ പോകുന്നത്? സൗമ്യ. വൈഫാണ് വരാൻ പോകുന്നത്. എടുത്തോ. ഓക്കെ, ആരാണ്? പേരെന്താണ്? രാജേഷ് ഡേവിസ്. രാജേഷ് ഡേവിസ് ഇവിടെ ഉണ്ടോ? ഇവിടെ വരൂ, കയറി വരൂ. ഓക്കെ, നല്ലൊരു കൈഡി എടുത്തേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത്ര നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ആൻഡ് നമ്പർ ഒന്ന് പറയോ? ലാസ്റ്റ് 495952885. കറക്റ്റ് ആണ്. നല്ലൊരു കൈഡി കൊടുത്തോ. ഗിഫ്റ്റ് നമ്മുടെ ആ ഒരു ഡിന്നർ സെറ്റ് ആണ്. ഡിന്നർ സെറ്റ് അദ്ദേഹത്തിന് കിട്ടാൻ പോണ. നല്ലൊന്ന് കൈയടിച്ചേ നമ്മുടെ അംഗമായി ജോയിൻ KV. ചേട്ടൻ വന്നോളൂ. നല്ലൊരു കൈഡി കൊടുത്തേ. എല്ലാവരോടും ചേർന്ന് നല്ലൊരു കൈഡി കൊടുത്തേ. ആൻഡ് ഫോൺ നമ്പർ ഒന്ന് പറയണേ. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ സമ്മാനം എന്താണ്? സമ്മാനം നമ്മളുടെ 3ാമത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം എന്താണ്? മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന ആ ഒരു സമ്മാനം മറ്റൊന്നുമല്ല, നമ്മളുടെ ഡിന്നർ സെറ്റ്. സോറി, മിക്സർ ഗ്രൈൻഡർ ആണ് കേട്ടോ. മിക്സർ ഗ്രൈൻഡർ ആണ്. നല്ലൊരു കൈഡി കൊടുക്കോ. നല്ലൊരു കൈഡി പ്ലീസ്. മിക്സർ ഗ്രൈൻഡർ അങ്ങനെ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. ആൻഡ് ഇനിയും അടുത്തതായിട്ടുള്ള സെക്കൻഡ് പ്രൈസ്, ഇത് കുറച്ച് വിലയേറിയ പ്രൈസ് ആണ്. സോ മറ്റൊന്നുമല്ല, മൊബൈൽ ഫോൺ ആണ്. സോ നമ്മളുടെ ബിനോയ് സാറാണ് കണ്ടെത്താൻ പോകുന്നത്. സോ മൊബൈൽ ഫോൺ ഇതിൽ കൂട്ടത്തിൽ ആർക്കാണ് കിട്ടാൻ പോകുന്നത് നോക്കാം. റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യും കേട്ടോ. ഓക്കെ, സോ ആരാണ്? രാജേഷ് ഡേവിസ് അഗൈൻ. ഇത് കള്ളക്കളിയാട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പകുതി വിട്ടിട്ടുണ്ടെന്ന്.
നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആണ്. ഫസ്റ്റ് പ്രൈസ് ഒരു പ്രൈസ് ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുടെ പേര് പിന്നെ റിപ്പീറ്റ് എടുക്കില്ല കേട്ടോ. അങ്ങനെയാണ്. ചേട്ടാ ലോട്ടറി എടുത്തിട്ടുണ്ടാ? ബമ്പർ എടുത്തിട്ടുണ്ടാ? ആ ബമ്പർ എടുത്ത ലോട്ടറി ടിക്കറ്റ് ഒന്ന് തരാമോ? എക്സ്ചേഞ്ച്. ഷിബു എം എ അടുത്ത ആളെ കണ്ടുപിടിച്ചു. ഷിബു എം എ. നമ്മൾ ഒരാൾക്ക് മാത്രം എല്ലാ പ്രൈസും കൊടുത്ത് എങ്ങനെ ശരിയാവാ അല്ലെ? ഷിബു എം എ ആളിവിടെ ഉണ്ടോ? ഉണ്ട്. യെസ്, അദ്ദേഹത്തിനാണ് മൊബൈൽ ഫോൺ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈയ്യടി കൊടുത്തേ എല്ലാവരോടും ചേർന്ന്. അങ്കമാലിക്കറി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഒന്ന് കൈയടിച്ചേ. കൈയ്യടി ഭയങ്കര കുറവാ അല്ലേ? ഒന്ന് കൈയടിച്ചേ എല്ലാവരോടും ചേർന്ന്. എനർജി ഒന്ന് കേൾക്കട്ടെ. ഒന്ന് കൈയടിച്ചേ. ഓക്കെ, സോ നമ്പർ ഒന്ന് പറഞ്ഞോ. കറക്റ്റ് ആണ്. സോ യെസ്, മൊബൈൽ ഫോൺ വേണ്ടേ? സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം യെസ്, അദ്ദേഹം തന്നെയാണ് ആ ഒരു സെക്കൻഡ് യെസ് പ്രൈസ് കൊടുക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. നമുക്ക് കൊടുത്ത പ്രൈസ് തിരിച്ചെടുക്കില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രൈസ് ഒരാൾക്ക്. ഓക്കെ, സോ നമ്മൾ നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 32 ഇഞ്ചിന്റെ TV ആണ്. ഇത് ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മളുടെ സ്വന്തം ലിച്ചിയാണ് കണ്ടെത്താൻ പോകുന്നത്. സോ യെസ്, മാർട്ടിൻ കിടങ്ങേ. മാർട്ടിൻ യെസ്, എവിടെയുണ്ട്? വിന്നറെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് അടിച്ചു മാർട്ടിൻ ചേട്ടാ. TV കിടങ്ങേൽ. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് എന്താ? പറ. നമ്മുടെ മീഡിയ പേഴ്സൺസ് എല്ലാവരും ഈ ഒരു യെസ് ബാക്കിന്റെ അപ്പുറത്തായിട്ടാണ് നിൽക്കേണ്ടത്. എല്ലാവരും അവിടെ തന്നെ നിൽക്കുക ദയവ് ചെയ്ത്. സോ യെസ്, എല്ലാ മീഡിയ പേഴ്സൺസും അവിടെ തന്നെ നിൽക്കുക. റിക്വസ്റ്റ്, എല്ലാ മീഡിയ പേഴ്സൺസും അവിടെ തന്നെ നിൽക്കുക.